ഇറാനിലെ ഖുഡ്സ് ഫോഴ്സിൻ്റെ ചീഫായ ഇസ്മയിൽ ഖാനി മിസ്സിംഗ് ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ. അതുമാത്രമല്ല, ഈ ഫ്രാൻസ് ഇസ്രായേലിന് ഇപ്പോൾ ആയുധം വിതരണം ചെയ്യുന്നതിൽ ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇറാനിൻ്റെ മിലിറ്ററി ജനറലാണ് ഈ പറഞ്ഞ ഇസ്മയിൽ ഖാനിയ. ഇസ്മയിൽ ഖാനിയ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്മയിൽ ഖാനിയയ്ക്ക് എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നൊരു സംശയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്, അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിക്കുന്നതാണ്. അവർ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. ഇസ്മയിൽ ഖാനിയ എന്ന് പറയുന്നത് മൊസാദിൻ്റെ ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ ഇറാനിലെ പട്ടാളത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് മൊസാദിൻ്റെ ഏജൻ്റ് ആണെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. അപ്പം ഈ യുദ്ധം, ഈ ലെബനനിലെ ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന ചില പരാമർശങ്ങളുണ്ട്. എന്തായാലും ഒന്നുകിൽ ഇസ്മയിൽ ഖാനിയ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റു. ഈ രീതിയിലാണ് സോഷ്യൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാലോ, ചെറിയ സൂചനകൾ കിട്ടിയാൽ തന്നെ ആദ്യം ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതിനുശേഷമാണ് പിന്നീട് സ്ഥിരീകരണമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇറാനിൻ്റെ മിലിറ്ററി ചീഫ് എന്ന് പറഞ്ഞ ഇസ്മയിൽ ഖാനിയ മൊസാദിൻ്റെ ഏജൻ്റ് ആണ് എന്നത് ഇറാനെ മാത്രമല്ല പല ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇസ്മയിൽ ഖാനിയെ വളരെ തന്ത്രപരമായി ഇസ്രായേൽ അവരുടെ രാജ്യത്തേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ജീവനോടെയുണ്ട്, ഇവർക്കൊപ്പമുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില സംഭവങ്ങൾ ഇതിനോട് കൂട്ടി വായിക്കണം. പിന്നെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു, നമ്മൾ ഒരു കാരണവശാലും ഇനി രാജ്യങ്ങൾ ഇറാന് ആയുധങ്ങൾ നൽകരുത്. അപ്പോൾ അവിടെ ഒരു വെടിനിർത്തൽ നടക്കണമെങ്കിൽ ഇസ്രായേലിനുള്ള ആയുധ സപ്ലൈ നിർത്തിവെക്കണം. അപ്പോൾ ഇസ്രായേൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് വളരെ ഒരു സംശയം തോന്നി. അതിനെതിരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഒരു മറുപടി പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഒരു വീഡിയോ സന്ദേശമാണ്. ഒരു വശത്തുകൂടി ഭീകരവാദികളെ അടിച്ചമർത്തണമെന്ന് പറയുന്നു, മറുവശത്തുകൂടി അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ ഏതാണ്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി സ്വയം പ്രതിരോധിക്കാനുള്ള ആ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇരട്ടത്താപ്പ് കാണിക്കുന്നു മാക്രോൺ. ഈ ചെയ്യുന്നത് വളരെ മോശമാണ്, നിങ്ങൾ അപഹാസ്യമായ രീതിയിലാണ് ഇടപെടുന്നതെന്നൊക്കെ ഈ നെതന്യാഹു പറഞ്ഞു. അത് ഫ്രാൻസിനെ ശരിക്കും ഞെട്ടിച്ചു. ഇദ്ദേഹം ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഫ്രാൻസിന് ലെബനനിൽ കുറച്ച് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വൻകിട നിക്ഷേപമാണ് ഫ്രാൻസ് ലെബനനിൽ നടത്തിയേക്കുന്നത്. ഈ ലെബനനിൽ നിന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള 25 ഗ്രാമങ്ങളിലുള്ള ആളുകളെ ഒഴിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ആ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയാലും അവരുടെ ആയുധശേഖരവും ഹിസ്ബുള്ള തീവ്രവാദികളും അതിനുള്ളിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലെബനൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ നിങ്ങൾ പോയി പരിശോധിക്കരുത്, നിങ്ങൾ ആരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. അഥവാ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവർ ഹിസ്ബുള്ള തീവ്രവാദികളായിരിക്കും, അവരുടെ ആയുധശേഖരമായിരിക്കും, ഞങ്ങളുടെ ആക്രമണം ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെയും അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ഫ്രാൻസിൻ്റെ വലിയ വലിയ നിക്ഷേപങ്ങൾ ലെബനനിലാണെന്ന് മനസ്സിലായത്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ടോട്ടൽ എനർജി ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഓയിലും ഗ്യാസും ഒക്കെ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനം, ഒരു വലിയ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനിയാണ് ഫ്രാൻസിൻ്റേത്, ലെബനനിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിനിടെ ഇസ്രായേൽ ഈ കെട്ടിടത്തിന് നേരെയും ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് സർക്കാരിൻ്റെ കോടികളുടെ നിക്ഷേപം നടത്തുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷമായിട്ട് ഫ്രാൻസ് ഒന്നും അധികം ഇതിൽ ഇടപെട്ടിട്ടില്ല. അതാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു തന്റെ മറുപടി പ്രസംഗത്തിൽ അത് പറഞ്ഞു. അതായത് ഇവിടെ ആക്രമണം നടന്നിട്ട് ഒരു വർഷമായി, ഇത്രയും നാളായിട്ട് ഇവിടെ ഇത്ര ഇസ്രായേൽ പൗരന്മാർക്ക് പരിക്ക് പറ്റി, അവർ നാട് വിട്ടോടുന്നു, ഇതിൻ്റെ അകത്തൊന്നും ഈ ഇമ്മാനുവൽ മാക്രോൺ ഇടപെട്ടില്ല. ഇപ്പം പൊടുന്നിനെ ഇടപെടുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം, എന്താണ് കാര്യം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ്. അപ്പം ലെബനനിൽ ഈ കച്ചവടം ആരുമായിട്ടാണ് നടക്കുന്നത് സംശയം തോന്നി. പിന്നീടാണ് മനസ്സിലായത് അമേരിക്ക ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവിടുത്തെ ഈ ഓയിൽ, അതായത് എണ്ണ വ്യാപാരമാണ് ഇറാൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ ഇറാൻ ഈ എണ്ണ മറിച്ചു കൊടുക്കണം. ആകെ ഇറാൻ കൊടുക്കുന്നത് പാകിസ്ഥാന് രഹസ്യമായി കൊണ്ട് എണ്ണ കൊടുക്കുമായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ അതിനുള്ള പൈസയും കൊടുക്കും. ഇവർ തമ്മിലുള്ള രഹസ്യ ഉടമ്പടി. പക്ഷേ ഇവർ ലെബനൻ വഴിയും ഒരു ട്രേഡ് നടത്തുന്നുണ്ടായിരുന്നു. ഈ ട്രേഡിന് മറ്റൊരു സഹായി എന്ന് പറയുന്നത് ഫ്രാൻസാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസും ഇറാനും തമ്മിൽ ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. വേറൊരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ വൈറ്റ് ഹൗസും ട്രംപിനും എതിരെ ഈ ഒരു ചാരപ്രവൃത്തി നടത്തുന്നതിൽ മൊസാദ് ഇൻവോൾവ് ആയിരുന്നു
എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പൊ ഈ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ഒരു സപ്പോർട്ടിന് എന്തെങ്കിലും അതിനൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നെതന്യാഹു ഈ തിരിച്ചടിക്കുകയും ഇവർക്ക് ഈ പറഞ്ഞ ടോട്ടൽ ഗ്യാസ് എന്ന് പറയുന്ന അവിടെ ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു, മാത്രമല്ല ലക്ഷങ്ങളുടെ മില്യൺ ഡോളറുകളുടെ നിക്ഷേപം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നതോടുകൂടി ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണം നടന്നപ്പോഴാണ് ഇറാൻ അവിടെ കുറച്ച് ട്രേഡൊക്കെ നടത്തുന്നുണ്ട് ഉപരോധത്തെ മറികടക്കാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുകയാണ് ഫ്രാൻസ് എന്ന നിലപാട് സ്വീകരിക്കുകയും ഫ്രാൻസ് ഇത്തരം ബിസിനസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നത്. ഈ മൊസാദിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് 2017 ബോറിസ് ജോൺസൺ ഈ വിദേശകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് വളരെ ഔദ്യോഗിക കാര്യത്തിനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ബോറിസ് ജോൺസണുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. സ്വാഭാവികമായിട്ടും ബോറിസ് ജോൺസൺ എന്താ പറയുക, തൻ്റെ ബാത്റൂം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകുന്നു. അദ്ദേഹം ബാത്റൂം ഒക്കെ ഉപയോഗിച്ച് തിരിച്ചു വരുന്നു, ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചർച്ച നടത്തുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് അവിടെ ഒരു പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ബാത്റൂമിനുള്ളിൽ നിന്ന് ഒരു ശ്രവണ സഹായി കണ്ടെത്തുന്നു. നമ്മൾ ഈ ശ്രവണ സഹായി എന്ന് പറയുമ്പോൾ ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ എക്യുപ്മെൻറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ ആ മുറിക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെയൊക്കെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് അത് ഇസ്രായേലിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം എന്നാണ് ഇവർ പറയുന്നത്. ഇത് പറയുന്നത് ബോറിസ് ജോൺസണാണ്. അപ്പോൾ ബോറിസ് ജോൺസൺ തൻ്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. അതിന് പുറത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് മൊസാദിനെ സൂക്ഷിക്കണം. എന്തിന്? അവരുടെ പ്രധാനമന്ത്രി പോലും ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ മാത്രമായിട്ട് കാണണം. മാത്രമല്ല അമേരിക്കയിൽ ഈ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ട്രംപിനെതിരെ മൊസാദ് ചില നീക്കങ്ങൾ നടത്തി, ട്രംപിനെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടു എന്ന് പറയുന്നു. കൂടാതെ വൈറ്റ് ഹൗസിലും അമേരിക്കയിലെ തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ശ്രവണ സഹായി പോലെയുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ് സ്ഥാപിച്ചിരുന്നു, മൊബൈൽ ഫോണുകൾ സ്ഥാപിച്ചിരുന്നു എന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നു. ഇതൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഫ്രഞ്ച് പ്രസിഡന്റിനെതിരെ നെതന്യാഹു നിലപാടെടുത്തോടുകൂടി ഫ്രാൻസ് ആയിരിക്കും പുറത്തു വിടുന്നത്. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അമേരിക്കയ്ക്കെതിരെ ഫ്രാൻസിനെതിരെയൊക്കെ ഇവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പം ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ വലിയ ശക്തമായ നിലപാടൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിലും അവരുടെ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖമേനി പറയുന്നു അറബ് രാജ്യങ്ങളെ നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരിക്കണം, നമ്മൾ ശക്തമായിട്ട് ഈ പൊതുശത്രു എന്ന് പറയുന്ന ഇസ്രായേലിനെതിരെ തിരിഞ്ഞടിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ മറ്റ് അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ കാരണം? ഇവർ ഷിയയാണ്, മറ്റ് അറബ് രാജ്യങ്ങൾ സുന്നികളാണ്. അവർ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ല. അപ്പോൾ സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE, സിറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഒന്നും പൂർണ്ണമായ പിന്തുണ കിട്ടുന്നില്ല. ഈജിപ്റ്റ് സഹായിക്കുന്നില്ല. പക്ഷേ ഖത്തറും ബഹ്റിനും ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെയും ഷിയയുടെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് ശരി ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാമെന്നുള്ള സൂചന നൽകി. ഇത് പറയുന്ന ആരാന്ന് വെച്ചാൽ ഫ്രാൻസാണ്. ഫ്രാൻസ് പറയുകയാണ് ഞങ്ങളും അമേരിക്കയും കാനഡയും ഒക്കെ തീരുമാനിച്ചു ഇനി ഈ യുദ്ധോപകരണങ്ങളൊന്നും ഇസ്രായേലിന് നൽകുന്നില്ല, അവരെ ഒറ്റപ്പെടുത്തണം, ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ഇസ്രായേൽ പറയുന്നു ഇത്രയും നാളായിട്ട് ഈ കാര്യങ്ങളൊന്നും ഇടപെടാതിരുന്ന ഫ്രാൻസ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടപാടുമായി വന്നത് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഫ്രാൻസ് നേരിട്ട് ഇസ്രായേലിന് വലിയ സഹായങ്ങളൊന്നും നൽകുന്നില്ല എന്നും ആരോപണമുണ്ട്. ഇപ്പോൾ ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ലെബനനിൽ നിന്നും ഇറാനിൽ നിന്നും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും അതായത് സിറിയയിൽ നിന്നുമൊക്കെ തുടർച്ചയായി ആക്രമണം ഇസ്രായേൽ നേരിടുന്നു. അപ്പോൾ ഒരേ സമയം ഇസ്രായേൽ 5-6 പോർമുഖങ്ങളാണ് തുറക്കേണ്ടി വരുന്നത്. അത്തരത്തിലൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഇറാൻ ഒരു 180ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരുന്നു. അതിൽ ചിലത് ഇസ്രായേലിൻ്റെ ഈ ആണവ മേഖല ലക്ഷ്യമിട്ടായിരുന്നു. ആ മേഖലയിലൊന്നും പ്രശ്നമൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഇറാൻ്റെ ഈ പട്ടാളത്തിൻ്റെ തലവനായ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇസ്രായേലിന്റെ പട്ടാളത്തിന്റെ തലവനായ ഇസ്മയിൽ ഖാനിയ അദ്ദേഹത്തെ പിടികൂടി. ഇറാന്റെ പട്ടാളത്തിന്റെ തലവനെ പിടികൂടിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ചാരനാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പട്ടാള രഹസ്യങ്ങളൊക്കെ ചോർന്ന് കാണില്ലേ. ഇറാൻ ഇനി എന്താണ് ആക്രമണത്തിന് പദ്ധതി ഇടുന്നതെന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന് ചോർന്ന് കിട്ടും. മുമ്പ് ഈ പേജർ സ്ഫോടനം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ വാർഷിക അതായത് ഹമാസ് ആക്രമിച്ച ഒക്ടോബർ 7 വാർഷികത്തിൽ സംഘടിപ്പിക്കാനിരുന്നതാണ്. പക്ഷേ ഈ വിവരം ചോർന്നു എന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് അത് നേരത്തെ കൂട്ടി നടന്നത്. എന്ന് പറയുന്ന പോലെ ഇവർ എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോർന്ന് ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ഈ യുദ്ധം കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിൽ കടന്നാക്രമണം ഒഴിവാക്കണം. അതാണ് ഈ ഫ്രാൻസ് അല്ലെ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ നിലപാടിലൂടെ വ്യക്തമാകുന്നതെന്നാണ് ചില സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ ഏതാണ്ട് തുല്യമായിരുന്ന ലെബനൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ ഹിസ്ബുള്ള കീഴടക്കുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയിൽ ഇപ്പോഴും അവിടെ ചില ആക്രമണങ്ങൾ നടത്താൻ
പദ്ധതി ഇടുന്നുണ്ട്. അത് മനസ്സിലാക്കിയുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ ഈ പൊളിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങളുടെ ഇടയിൽ തെരച്ചിൽ നടത്താൻ പോകരുത്, അവിടെ ആയുധങ്ങളുണ്ട്, അവിടെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ആക്രമിക്കാം. ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പൂടെ കൊടുത്തപ്പോഴത്തേക്ക് ഏതാണ്ട് അവരും പേടിക്കുന്ന ഒരു മട്ടായി. ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്താ, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായതുകൊണ്ട് നിങ്ങൾ ഉടനെ ആക്രമണം നടത്തരുത്. അപ്പോൾ അമേരിക്ക ഇങ്ങനൊരു നിലപാടെടുക്കാൻ കാരണം ഈ ഡെമോക്രാറ്റുകൾക്ക് എപ്പോഴും മുസ്ലിം വോട്ടുകൾ കൂടി വേണം. അപ്പം ഈ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അതുപോലെ ഹമാസിനെയൊക്കെ തുടർച്ചയായി വീണ്ടും ഇസ്രായേൽ ആക്രമിക്കുന്നു. ഒപ്പം ഇറാന് നേരെയും ആക്രമണം നടത്തിയാൽ മുസ്ലിം ജനവിഭാഗം തിരിയും. അത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ്റെ പാർട്ടിക്ക് എതിരാവും. എന്ന് പറഞ്ഞാൽ കമലാ ഹാരിസിന് വോട്ട് കിട്ടില്ല, ഡൊണാൾഡ് ട്രംപിന് ഗുണമാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുക. അപ്പം ഈ ആയുധ സപ്ലൈയുടെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് അമേരിക്ക ആയതുകൊണ്ട് ഇസ്രായേലിന് അവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കൈയൊഴിയാൻ പറ്റുന്നില്ല. ട്രംപ് വന്നാലാണോ കമലാ ഹാരിസ് വന്നാലാണോ ഈ ഇസ്രായേലിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും? ഇസ്രായേലിന് എല്ലായ്പ്പോഴും മെച്ചം ഡൊണാൾഡ് ട്രംപ് വന്നല്ല. ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ അങ്ങ് അഴിച്ചുവിടും. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇസ്രായേലിനോട് വളരെ താല്പര്യമാണ്. അഴിച്ചുവിട്ടിട്ട് പറയും നിങ്ങൾ പോയി ഇപ്പോഴേ അടിച്ചോളാൻ പറയും. നേരത്തെ തന്നെ ഈ മിസൈൽ വിട്ടപ്പോൾ ട്രംപ് പറഞ്ഞത് ജോ ബൈഡൻ്റെ സ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഞാനായിരുന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്ത് കയറി അടിച്ചോളാൻ പറഞ്ഞേനെ, എണ്ണപ്പാടം കത്തിച്ചോളാൻ പറഞ്ഞേനെ. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ പോലും ഇവർക്ക് സ്വീകരിക്കാൻ കഴിയും. ഇപ്പോൾ യാസർ അരാഫത്ത് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പാലസ്തീനു വേണ്ടി ആദ്യം കൊണ്ട് നിലകൊണ്ട്. ആ അരാഫത്തിനെ പോലും അംഗീകരിക്കാത്ത ആളായിരുന്നു ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ. അപ്പോൾ ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള തുടങ്ങിയ പ്രാകൃത മനുഷ്യരുടെ അല്ലെങ്കിൽ രീതികൾ പിന്തുടരുന്ന ആളുകൾ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ സ്വയം പ്രതിരോധത്തിന് ശ്രമിക്കുകയാണെന്ന് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫ്രാൻസ് ചില കൂട്ടിക്കിഴിച്ചിലുകളുമായിട്ട് വരുന്നു. ഇത് ഫ്രാൻസിൻ്റെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അപ്പോൾ ലെബനനിൽ വലിയ നിക്ഷേപം നടത്തിയ ഫ്രാൻസിനും ഇറാനിൽ കച്ചവടം നടത്തുന്ന ലെബനനിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്കും തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ അത് നേരിട്ട് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ അവർ ചിലപ്പോൾ അപഹാസ്യരായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് പറയുന്നത് ഈ വൈറ്റ് ഹൗസിനെതിരെയും അതുപോലെ തന്നെ ബോറിസ് ജോൺസണെതിരെയും ഒക്കെ ചില നിലപാടുകൾ ഈ മൊസാദ് സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ നിർണായകമാവുക എന്ന് പറയുന്നത് ഈ ഇസ്മയിൽ ഖാനിയ എന്ന് പറയുന്ന ഇറാൻ്റെ മിലിറ്ററി ജനറൽ ഇസ്രായേലിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിർണായകമായ വിവരങ്ങൾ അവർക്ക് ലഭിക്കും. ഇപ്പോൾ ഹസൻ നസ്രുള്ള എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം മരിച്ചപ്പോൾ പകരം ഒരാളിനെ അവർ നിയമിച്ചിരുന്നു, ഹാഷിം സഫീദ് എന്ന പേര്. ആ സഫീദ് ഈ നസ്രുള്ളയുടെ ബന്ധുവാണ്. അയാളെ കാണാനില്ല. അപ്പോൾ അയാളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ 250 പേരെ കൊലപ്പെടുത്തുന്ന രീതിയിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ അയാളും കൊല്ലപ്പെട്ടു. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് മുന്നോട്ട് പോകാൻ നേതാക്കളില്ലാത്ത അവസ്ഥ. അപ്പോൾ ഫ്രാൻസ് ഇപ്പം ഈ കാണാനില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ആശങ്കയായിരിക്കും, അത് ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിൽ അതിന് ഇസ്രായേലിന്റെ ചാരനായിരുന്നു എന്നുള്ളൊരു സംശയമല്ലേ അവർക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഭയങ്കര ആശങ്കയാണ്. കാരണം പക്ഷേ ഈ ഹാഷിം സഫീദിനെ പോലുള്ളവരെ നമുക്ക് വിശ്വസിക്കേണ്ട, കാരണം അത് എന്തായാലും ഈ ഹസൻ നസ്രുള്ളയുടെ ഒക്കെ പിൻഗാമി ആയിരിക്കുമല്ലോ. പക്ഷേ ഈ ആളുകൾ നേതാക്കളൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ഇസ്രായേൽ ഇവരെ തീർക്കുന്നു എന്ന് ഔദ്യോഗികമായി സമ്മതിക്കേണ്ടി വരും. ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ നിൽക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇവരെല്ലാം തന്നെ കൈയൊഴിഞ്ഞു. അപ്പോൾ ഇറാന് സപ്പോർട്ടായിട്ട് ആരുമില്ല. ഇനി ഇസ്രായേൽ അടുത്ത അടി അടിക്കുന്നത് ഇറാന് നേരെയായിരിക്കും. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ട് യുദ്ധത്തിനപ്പുറം ഈ മിലിറ്ററി ചീഫിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയാൽ ഇസ്രായേൽ അടുത്തായിട്ട് ലക്ഷ്യം വെക്കാൻ പോകുന്ന അവിടുത്തെ ആത്മീയ ആചാര്യനായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ആത്മീയ ആചാര്യനെ തീർക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇറാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അദ്ദേഹത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ എപ്പോഴും ഒരു സംശയത്തിന് ഈട നൽകുന്നത്, അതായത് യഹിയ സിൻവർ. ഈ യഹിയ സിൻവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം അനുസരിച്ച് യഹിയ സിൻവർ ഇസ്രയേലിൽ നിന്ന് ബന്ദികളായി പിടിച്ചു വെച്ച ആളുകൾക്കൊപ്പമാണ് നടക്കുന്നത്. അതായത് അയാളുടെ അംഗരക്ഷകരെ പോലെ യഹിയ സിൻവർ ഒരു 15 ബന്ദികളെ ചുറ്റും നിർത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അയാളും കൊല്ലപ്പെടും, ഒപ്പം ഈ പറയുന്ന ബന്ദികളും കൊല്ലപ്പെടും. ബന്ദികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എന്തായാലും ഉദ്ദേശിക്കില്ല എന്നുള്ള ജനതയെ സംരക്ഷിക്കാൻ, അല്ല ഇറാനിലെ ജനതയ്ക്ക് പോലും സംരക്ഷണം ഉറപ്പാക്കണം എന്ന് ആണ് ഇസ്രായേലിന്റെ ഒരു വാദം. അങ്ങനെ വരുമ്പോൾ ഇവരുടെ രാജ്യത്തുള്ളവരവിടെ ബന്ദിയായിരിക്കുമ്പോൾ അവരുടെ ജീവന് ഭീഷണിയാവുന്ന ഒന്നും ഇസ്രായേൽ ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ മേലായിരിക്കും ചിലപ്പോൾ ഖമനയി അങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉറപ്പിന്റെ മേലായിരിക്കും ഇവർ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്. അതുകൊണ്ട് 15-20 ബന്ദികളെ ചുറ്റും നിർത്തിയിട്ട് ഒളിച്ച് യഹിയ സിൻവർക്ക് നടക്കേണ്ടി വരും. യഹിയ സിൻവർ. അപ്പോൾ യഹിയ സിൻവറിനെ കൊന്നാൽ ഇസ്രായേലുകാർ അവരുടെ ബന്ദികളെ കൊല്ലണമല്ലോ. അപ്പോൾ കൊല്ലാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, യഹിയ സിൻവർ പലപ്പോഴും ഈ പർദ്ദയൊക്കെ ഇട്ട് സ്ത്രീകളെ പോലെയൊക്കെയായിരുന്നു നടക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള തീവ്രവാദ നേതാക്കളെ ഇവർ കൊന്നു വരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ തീവ്രവാദത്തെ അല്ലെങ്കിൽ മതഭീകരവാദത്തെ വേരോടെ അറുത്തു മാറ്റണം. അതിനുശേഷം ഞങ്ങൾ നിലപാട് മാറ്റുള്ളൂ അല്ലെങ്കിൽ യുദ്ധം നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും പൂർണ്ണമായും തുടച്ചു നീക്കുക. അത് എത്ര കാലമെടുത്താലും ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെയൊക്കെ
ഉപരോധമോ അങ്ങനെയുള്ള നിലപാടോ ഒക്കെ ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഒരു എന്താ പറയുന്നത് ആയുധം നിർത്തരുത്, അതായത് ആംസ് എംബാർഗോ എന്ന് പറയുന്നു. ആംസ് എംബാർഗോ എന്ന് പറയുന്നത് വളരെ പുച്ഛത്തോടു കൂടി ബെഞ്ചമിൻ നെതന്യാഹു കണ്ടു. അപ്പം ഫ്രാൻസുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ബന്ധത്തെ പോലും ഇത് ബാധിക്കുന്നു, അവരുടെ നല്ല സൗഹൃദത്തെയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട്. എന്തായാലും ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.